നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും പഠിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി നമ്മൾ ആത്മകാര വിഷയങ്ങളെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കുറേ കമൻസ് കഴിഞ്ഞ കുറേ വീഡിയോസിന് കണ്ടിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ. നിങ്ങളുടെ സപ്പോർട്ടാണ് വാസ്തവത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാനും അത് പറഞ്ഞു തരാനും ഒക്കെ എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്നെ പോലുള്ള എല്ലാ ആൾക്കാർക്കും ഏതൊരു വിഷയങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ആ വിഷയം സ്വീകരിക്കപ്പെടുന്നു എന്നറിയുമ്പം കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതൊരു അനുഗ്രഹമാണ് വാസ്തവത്തിൽ. നമ്മുടെ ആ ഒരു നിയോഗം പൂർത്തിയാകും എന്നുള്ളതാണ്. അത് ആത്മകാരക ഗ്രഹം സൂചിപ്പിക്കും എന്നുള്ളത് എൻ്റെ ജാതകം വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അത് പറയാം. അപ്പം ആത്മകാര ഗ്രഹത്തിൻ്റെ വീഡിയോസ് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാധാരണ വീഡിയോസിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വ്യൂസും കമൻസും ഒക്കെ ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക, ജീവിതത്തിൽ ഉപയോഗിക്കണം കേട്ടോ. ജീവിതത്തിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. തുടർന്നും അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് 7-ാം ഭാവത്തിൽ ആത്മകാരക ഗ്രഹം നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതാണ്. വിവാഹം, ലൈംഗിക ചിന്തകൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെല്ലാം 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. പാർട്ട്ണറാണ് പ്രധാനമായിട്ട്. പിന്നെ 7-ാം ഭാവത്തിൻ്റെ കാരകത്വത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോസിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേട്ട് നോക്കുക. ഇവിടെ ആത്മകാരക ഗ്രഹം നിന്നാൽ ഒരു വ്യക്തി തൻ്റെ പാർട്ട്ണറിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരാൾ തൻ്റെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വിട്ടുവീഴ്ച, പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു ജീവിതം, പരസ്പര ബഹുമാനം, പങ്കാളിത്തം, പങ്കാളിയുമായി ഉള്ള ബന്ധത്തിലെ ഈ വിട്ടുവീഴ്ച മനോഭാവത്തിലെ, അതുപോലെ തന്നെ മനസ്സിലാക്കിയുള്ള ജീവിതത്തിലൂടെയുള്ള കർമ്മപാഠങ്ങൾ ഇവരുടെ ജീവിതത്തിലെ ഒരു നിർണായകമായിട്ടുള്ള കാര്യമായി തീരും. ഒരു തിരിച്ചറിവാണത്. ഒരു പക്ഷേ പല രീതിയിൽ ഇത് കാണാം. അത് ആ ഗ്രഹത്തിൻ്റെ ബലം പോലെ ഇരിക്കും. പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമാവത്തുള്ളൂ എന്ന് വിചാരിച്ച് റിലേഷൻഷിപ്പിലേക്ക് പോവും. അതിനനുസരിച്ച് ഫുൾ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും. ചില വൻ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതിനനുസരിച്ച് ഇതെൻ്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഇതെൻ്റെ പ്രാരാബ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഞാൻ നേരത്തെ കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിനനുസരിച്ചായിരിക്കും പണി കിട്ടുന്നത്. ചൊവ്വയാണ് ഒരു രീതിയിലായിരിക്കും, വ്യാഴമാണ് വേറൊരു രീതിയിലായിരിക്കും, ശുക്രനാണ് വേറൊരു രീതിയിലായിരിക്കും. ഇപ്പോൾ ഓരോ രീതിയിലായിരിക്കും പണി കിട്ടുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കി അതിനെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് തെളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് 7th ഹൗസിൽ ആത്മകാരക ഗ്രഹം നിൽക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത്. പങ്കാളിയുമായിട്ടുള്ള ബന്ധം, നമുക്കിത് റിലേഷൻഷിപ്പ് വെച്ച് തന്നെ പറയാം. ബിസിനസ് എന്നുള്ളത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം, അതും ചിന്തിക്കാവുന്നതാണ്. പങ്കാളിയുമായിട്ടുള്ള ബന്ധം, തൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തിൽ പോവുകയും അവരിൽ നിന്നും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി അവരിൽ നിന്ന് വരികയും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്ത് കുറേ കാലം അതിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോഴെല്ലാം ഈ ഗ്രഹത്തിൻ്റെ കാരകത്വമുള്ള വിഷയങ്ങൾ നിങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് ആ ഗ്രഹത്തിൻ്റെ സെയിം കാരകത്വത്തിലുള്ള സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് പങ്കാളിയിൽ നിന്നും തിരിച്ചടിയായിട്ട് വരുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഇതിൻ്റെ പ്രാരാബ്ധമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി നോക്കി സമാധാനം ഉണ്ടാകും. ഇല്ല, വലിയ പാടായിരിക്കും. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ. വളരെ
വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. 7-ൽ ആത്മകാരകനായിട്ട് വ്യാഴം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് പൊളിയും, അടിയാവും, വഴക്കാവും, വലിയ പ്രശ്നങ്ങളിലേക്ക് വരും. വിശ്വാസം, ഒരാളിലേക്ക് നമ്മൾ വിശ്വാസം പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നി പൂർണ്ണമായി അവരെ വിശ്വസിക്കുക, അവരിൽ നിന്നുണ്ടാകുന്ന ചതി കണ്ടില്ല എന്നടിക്കുക, ഇല്ലെങ്കിൽ അത് അടിയാവും. 2 എക്സ്ട്രീമേ ഉള്ളൂ ഇതിന്. ഒന്നി പൂർണ്ണമായ വിശ്വാസം വരുമ്പം അവരിൽ വിശ്വസിക്കുക, ചതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് പോവുക, ഇല്ലെങ്കിൽ ഇടിയുണ്ടാക്കുക. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി പിന്നെ നടക്കത്തില്ല. മിക്കവാറും ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കൊന്നും കോംപ്രമൈസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, വലിയ പാടാണ്. ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ പറയാം വിട്ടുകൊടുക്കുന്നവരാണ് സ്പിരിച്വൽ എന്നൊക്കെയാണ് എന്ന് പറയുന്നത്. വിട്ടുകൊടുക്കുക, എന്ത് സഹിച്ചാലും താന്ന് കൊടുക്കുക എന്നുള്ളതാണ് സ്പിരിച്വൽ എന്ന്. അങ്ങനെയൊന്നുമില്ല. ലോയലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകരം വെക്കാൻ വേറൊന്നുമില്ല. സത്യത്തിന് പകരം വെക്കാൻ സത്യമേ ഉള്ളൂ, മോശത്തിന് പകരം വെക്കാൻ മോശമേ ഉള്ളൂ. സത്യത്തിന് വേണ്ടി ജീവിച്ചിട്ട് മോശം കിട്ടുമ്പോൾ സത്യമുള്ളവരെല്ലാം താന്ന് കൊടുക്കണം, മോശത്തിന് വേണ്ടി വളം വെച്ച് കൊടുക്കണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. സത്യം തന്നെയാണ്, മോശം തന്നെയാണ്. പിന്നെ ഓരോ വ്യക്തികളുടെയും സാഹചര്യങ്ങൾക്കും ജീവിതത്തിനും രീതികൾക്കും അനുസരിച്ച് അവർ പലതും വളച്ചൊടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു നമുക്ക് ജ്യോതിഷികളെ സംബന്ധിച്ചിടത്തോളം, അസ്ട്രോളജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ദൈവജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിഷയങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നു, ഏതൊക്കെ ഗ്രഹങ്ങളാണ് അവരെ സ്വാധീനിച്ചത്, അവരുടെ ദേശ അപകാരം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവരിങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പഠന വിഷയവും നമുക്ക് ഒബ്സർവേഷനുള്ളൊരു കാര്യവുമാണ്. മനസ്സിലാവും. അവർ നല്ലതോ ചീത്തയോ, അവരുടെ ന്യായീകരണങ്ങളോ ശരിയോ തെറ്റോ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളെ അല്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇന്ന സബ്ജക്റ്റാണ്, ഇതാണ്. സർജറി ആയാലും ഒരാളെ കുത്തി മലത്തുന്നതാണെങ്കിലും ഒരേപോലെ ചൊവ്വയുടെ കാരകത്തിലുള്ള അത് സർജറി ആണെങ്കിൽ നല്ലത്, ചോര വന്നു, മുറിഞ്ഞു, സ്റ്റിച്ചിട്ടു, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ചെയ്തു. വേറൊരു വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ഒരു പിച്ചാത്തി കൊണ്ട് കുത്തി കയറുന്നു, വേദനയാവുന്നു, ബ്ലഡ് പോകുന്നു, വിഷയമാവുന്നു, ചിലപ്പോൾ ആൾ മരിച്ചേക്കാം. ഇത് രണ്ടും ഒരേ വിഷയങ്ങളുടെ 2 തലമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ചൊവ്വയുടെയാണ്. ഒന്ന് നന്നായത്, ചൊവ്വ നന്നായത്, ധാർമ്മികമായത്, ഒന്ന് ചൊവ്വ മോശമായത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെല്ലാം കാണാവുക. അപ്പം 7th ഹൗസിൽ ആത്മകാരഗ്രഹം നിന്നാൽ എന്താണ്? വളരെ ലളിതമാണ്. ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിറയെ വെല്ലുവിളികൾ വരാനും ആ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിറയെ ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പോൾ അടുത്തത് 8th ഹൗസ്. 8th ഹൗസിൽ ആത്മകാരക ഗ്രഹം നിന്നാൽ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. 8th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ലഗ്നത്തിൽ തുടങ്ങി അഷ്ടമത്തിൽ അവസാനിക്കുന്നതാണ് ജാതകം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് ഉള്ളത് 9, 9th ഹൗസ്, 10th ഹൗസ്, 11th ഹൗസ്, 12th ഹൗസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള 4 ഭാവങ്ങൾ ഈ 8 ഭാവങ്ങളുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സുഹൃതം, പുണ്യം, കർമ്മം, വരവ്, പോക്ക്, ഇത്രയാണല്ലോ ബാക്കിയുള്ള 4 ഭാവം. ജന്മം തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന 8th ഹൗസ്. 8th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം പ്രവചനാതീതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പ്രവചനാതീതമായിട്ടുള്ള സംഭവങ്ങൾ, പരിവർത്തനം, ആയുസ്, നിഗൂഢശാസ്ത്രം, പങ്കാളിയുടെ ധനം, ഒരാളുടെ രഹസ്യ സ്വഭാവങ്ങൾ, ഒരാളുടെ ലൈംഗികപരമായിട്ടുള്ള ചിന്താരീതികൾ, സ്വഭാവം 7th ആണ്, പ്രവൃത്തി 7th ആണ്, പാർട്ട്ണറുമായിട്ടുള്ള രീതികൾ, പാർട്ട്ണറിൻ്റെ ഗുണം, ഇതെല്ലാം 7th ആണെങ്കിൽ 8th പാർട്ട്ണറിനോടുള്ള അവരുടെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നു. നിഗൂഢ വിഷയങ്ങൾ, നിഗൂഢ ശാസ്ത്രങ്ങൾ, റിസർച്ചൊക്കെ 8th ഹൗസ് അല്ലേ. രാഹു ഇട്ട് നിന്ന് കഴിഞ്ഞാൽ റിസർച്ചിനൊക്കെ നിഗൂഢ വിഷയങ്ങളെയൊക്കെ തുരന്നെടുക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആത്മകാരഗ്രഹം 8ൽ നിൽക്കുന്നത് നിഗൂഢ വിഷയങ്ങളിലേക്കുള്ള ഇവരുടെ യാത്രയും ഒരാളുടെ ആത്മീയപരമായിട്ടുള്ള പരിവർത്തനങ്ങളെയും നിഗൂഢമായിട്ടുള്ള വിഷയങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് 8th ഹൗസ്. അപ്പോൾ 8th ഹൗസിൽ ആത്മകാരഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള പരിവർത്തനം സൂചിപ്പിക്കുന്നു. ഉറപ്പാണ്. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിലൂടെ, അതിനെ ഫേസ് ചെയ്യുന്നതിലൂടെ ഇവർക്ക് ജീവിതത്തിൽ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളിലോ
വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയും. ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, ഒരു ജ്ഞാനമുണ്ടാവും എന്നുള്ളതാണ്. അതായത് മരണമോ മരണതുല്യമായിട്ടുള്ള അവസ്ഥകളോ ആണല്ലോ എയ്ത്ത് ഹൗസ്. അപ്പം മരണതുല്യമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പം ആണല്ലോ മനുഷ്യന് യാഥാർത്ഥ്യബോധം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഒരു കംഫർട്ട് സോണിലിരിക്കുന്നതും നമ്മളൊരു വളരെ പ്രതിസന്ധിയിൽ തരണം ചെയ്തിട്ട് അതിൽ നിന്ന് തിരിച്ച് കയറി വരുമ്പോഴാണ് നമുക്ക് ആ കയറി വരുമ്പോൾ അറിയാം, തിരിച്ച് കയറി വന്ന് സ്വസ്ഥമായി കഴിയുമ്പോൾ അറിയാം നമുക്കൊരു ഭയങ്കരമായൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ജീവിതത്തെ കുറേ തിരിച്ചറിവുകളുണ്ടാവും. ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള മാനസികാവസ്ഥയും നമ്മുടെ പക്വതയും പോലെ ആയിരിക്കത്തില്ല പ്രശ്നമുണ്ടായ ശേഷമുള്ള നമ്മുടെ തിരിച്ച് റിക്കവർ ചെയ്ത് പുറത്ത് വന്നുള്ള നമ്മളുടെ കോൺഫിഡൻസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വ്യക്തി വികസിച്ച ഒരു ജ്ഞാനമുള്ള അവസ്ഥയാവും, ജ്ഞാനമുള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവും. അത് ഉറപ്പാണ്. അപ്പോൾ ആത്മകാരഗ്രഹം 8th ഹൗസിൽ നിന്നാൽ ജ്ഞാനം ഉണ്ടാക്കിത്തരും. കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഈ 6, 8, 12 ഈ 3 ഭാവങ്ങളിൽ ആത്മകാരഗ്രഹം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രഗിളിംഗ് ആണ് മെയിൻ. ഗവേഷണം, അതുപോലെ ആത്മകാരഗ്രഹം 8ൽ നിൽക്കുന്ന ജ്യോതിഷം പോലുള്ള വിഷയങ്ങളിൽ ഒരുപാട് ഇറങ്ങിച്ചെല്ലേണ്ട സബ്ജക്റ്റുകളിൽ, ഒരുപാട് രഹസ്യങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകളിൽ കഴിവ് തെളിയിക്കാൻ പറ്റും. സൈക്കോളജിയിൽ പലതരത്തിലുള്ള സൈക്കോളജികളുണ്ടല്ലോ. അപ്പം അതിലേക്കെല്ലാം ഇവരുടെ കഴിവുകളും ഇവർക്ക് അതിൻ്റെ നിരീക്ഷണ പാഠവും കൂടും. ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അത് പഠിച്ചിട്ട് കാലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇവരുടേതായ തലങ്ങൾ കണ്ടെത്താൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പം എന്ന് പറയുന്നത് സയൻറ്റിഫിക് എവിഡൻസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസ്ഡ് ആവും ആൾക്കാർ. പക്ഷെ അത് മാത്രമല്ല, ഇവരുടേതായ ഒരു ഗവേഷണവും ഇവരുടേതായ ഒരു വ്യക്തിമുദ്രയും ആ വിഷയങ്ങളിൽ, നിഗൂഢ വിഷയങ്ങളിലും നിഗൂഢ ശാസ്ത്രങ്ങളിലും ജീവിത രഹസ്യങ്ങളിലും ഇവർക്ക് ഇവരുടേതായ ഒരു കഴിവ് തെളിയിക്കാൻ കഴിയുകയും ചെയ്യും. എന്നാൽ മരണതുല്യമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ ആത്മകാരകൻ 8ൽ നിന്നാൽ അതിന് പറഞ്ഞിട്ടുള്ള ഗ്രഹം, ഭാവം, രാശി ഇത്യാദികളൊക്കെ ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള വിഷമങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ നമുക്കിനിയും 9th ഹൗസിലേക്ക് പോവാം. ആത്മകാരക ഗ്രഹം 9ൽ നിന്നാൽ, 9 ഞാൻ പറഞ്ഞ പോലെ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 വളരെ ഇഷ്ടമുള്ളൊരു ഭാവമാണ് എനിക്ക്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 9ലാണ് തീർത്ഥയാത്ര വരുന്നത്. എനിക്ക് തീർത്ഥയാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്ന, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുക, പ്രത്യേകിച്ച് അടിപൊളി സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളതല്ല. ഇപ്പോൾ തായ്ലൻഡിൽ പോവുക, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോവുക, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോവുക, അങ്ങനെ പോഷ് സ്ഥലങ്ങളിൽ പോകുന്നതല്ല. 9th ഹൗസ് എന്ന് പറയുന്നത് തീർത്ഥാടനമാണ്. വൃന്ദാവനത്തിൽ പോവുക, കാമാക്കിയെ പോവുക, കാളിഘട്ടിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ, കാശിയിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ളിൽ നിന്ന് തോന്നുന്നൊരു ആത്മീയ അനുഭൂതിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9th ഹൗസ് പൂർവ്വജന്മ സുഹൃതമാണ്, ആത്മീയതയാണ്, പിതാവാണ്, ഗുരുവാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് അറിവുകളാണ്, ഉന്നത വിദ്യാഭ്യാസമാണ്, ഭാഗ്യമാണ്, ധർമ്മമാണ്, ഞാൻ മുമ്പ് പറഞ്ഞ ആത്മീയമായിട്ടുള്ള യാത്രകളാണ്. ഇതെല്ലാം 9ാം ഭാവമാണ്. അച്ഛൻ, ഭാഗ്യം, ദൂരയാത്രകൾ, ഇതെല്ലാം 9th ഹൗസാണ്. ആത്മകാരക ഗ്രഹം 9ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ബലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ നല്ല അഭിപ്രായമായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള അസ്ട്രോളജേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്സിലുള്ളവരൊക്കെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ വളരെ കുറച്ച് ജാതകങ്ങൾ മാത്രമേ 9ൽ ആത്മകാരഗ്രഹം നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. വ്യാഴം നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആത്മകാരഗ്രഹം 9ൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് വ്യാഴം നിൽക്കുന്ന ഒരാളെ എനിക്കറിയാം. വ്യാഴവും ശുക്രനും നിൽക്കുന്നത് രണ്ടുപേരെ അറിയാം. രണ്ടുപേരും നന്നായിട്ട് ട്രാവൽ ചെയ്യും. രണ്ടുപേരും അത്യാവശ്യം സ്പിരിച്വലാണ്. രണ്ടുപേരും പക്ഷേ IT-യിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതും മറ്റ് പല കാര്യങ്ങളോടെ ചേർന്നിട്ടാണ്. ബലം കൂടുതൽ മറ്റ് പല ഗ്രഹങ്ങൾക്കുമാണ്. അതുകൊണ്ടാണ് ബുധനൊക്കെ ബലം കൂടിയതുകൊണ്ടാണ്. രണ്ടുപേരും പല സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ സ്ത്രീയും ഒരാൾ പുരുഷനുമാണ്. പക്ഷെ രണ്ടുപേരും നല്ല മനുഷ്യരാണ്. രണ്ടുപേരും
നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. ഒരാൾക്ക് ഇപ്പോൾ 50 മുകളിലായി, 55 വയസ്സിന് മുകളിലായി. ഒരാൾക്ക് 42-43 വയസ്സേ ആയുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈശ്വരീയ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാനും ആ സ്ത്രീ, അവർക്ക് 53-54 വയസ്സുണ്ട്. അവരൊരു വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണ്, ലേഡിയാണ്. അവർക്ക് അവരുടെ അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഈ 9th വ്യാഴമാണ് അവർക്ക്. ഭയങ്കര അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻ്റാണ്. അവർക്ക് ഗുരുവുണ്ട്, ഗുരുവിനോടും നല്ല അറ്റാച്ച്മെൻ്റാണ്. ഇപ്പം എൻ്റെ അടുത്തു നിന്നാണ് അസ്ട്രോളജി ഒക്കെ പഠിച്ചിട്ടുള്ളത്. കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്, അതിന് ശേഷം അസ്ട്രോളജി പഠിക്കുന്നുണ്ട്. അപ്പം അവർ വളരെ ശക്തമായിട്ടുള്ളൊരു ഗുരുത്വം കാത്തു സൂക്ഷിക്കുന്ന, വളരെ ആത്മീയപരമായിട്ട് ഒരുപാട് ഉയരത്തിലുള്ള, എന്നാൽ ജീവിതത്തിൽ ഭാഗ്യം അവരെ ഒരുപാട് സഹായിക്കുകയും ഉന്നത വിദ്യാഭ്യാസം കിട്ടുകയും പിതാവിൽ നിന്നും സ്വത്തും ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയും ഗുരുവിൽ നിന്നും ദീക്ഷ ലഭിക്കുകയും അതുപോലെ തന്നെ ഈശ്വര കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ ജ്യോതിഷം പോലുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നുണ്ടാവും, അപ്പോൾ അറിയാവുന്ന ആളോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജാതകം എനിക്ക് പലപ്പോഴും അത് ഈ ഒരു വിഷയത്തിൽ പ്രധാനമാണ്. പിന്നുള്ളത് ഒരു പുരുഷ ജാതകമാണ്. 42 വയസ്സേ ആയിട്ടുള്ളൂ. 42 വയസ്സിനോടകം വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട വിഷ്ണു ഉപാസകനാണ്. കൊങ്ങിണി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. പാരമ്പര്യമായിട്ട് തന്നെ അവർ വൈഷ്ണവ ഉപാസകരാണ്, വിഷ്ണു ഉപാസകരാണ്. അപ്പോൾ അതിൽ ഭൂമിയിലുള്ള 108 ദിവ്യ തിരുപ്പതികളിൽ ഏകദേശം 104 ക്ഷേത്രങ്ങളിലോളം ഈ ചെറുപ്രായത്തിനുള്ളിൽ പോയി കഴിഞ്ഞു. 104ഓളം ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞു. ഈ വിഷ്ണു തിരുപ്പതികളിൽ മാത്രമല്ല, മറ്റുള്ള ക്ഷേത്രങ്ങളിലും. ശുക്രൻ 9ൽ ആത്മകാരകനായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഫാമിലിയാണ്. എല്ലാവിധ ലക്ഷറിയസും ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അദ്ദേഹത്തിന് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പുള്ളി അത് ആസ്വദിക്കുന്നതുകൊണ്ട് ഇന്നും അങ്ങനെ കൈകാര്യം ചെയ്ത് നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് ഫണ്ടും അതുപോലുള്ള കോ പ്രൊഡ്യൂസറായിട്ടൊക്കെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. അസാമാന്യമായിട്ടുള്ള ഭാഗ്യം, എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനേക്കാളിലും കൂടുതൽ ഭാഗ്യം തുണച്ച ഒരാളാണ്. ജനിച്ച കാലം മുതൽ അധികം പ്രശ്നങ്ങളിലൂടെ ഒന്നും കടന്നു പോവേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. നല്ലൊരു മനുഷ്യനാണ്. മോശമായ ഒരു വാക്കും ഉപയോഗിക്കാത്ത ഒരാളാണ്. ജ്യോതിഷം നമ്മുടെ അടുത്തു നിന്ന് തന്നെ, നമ്മുടെയൊക്കെ കൂട്ടുകാർ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്ത് ജ്യോതിഷം പഠിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ എനിക്കൊന്ന് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെയോ അതോ ഈശയുടെ ഏതോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ സാധനാദി വിഷയങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈ ഗ്രൂപ്പിൻ്റെ കീഴിലൊന്നും വേണമെന്നില്ലല്ലോ, എവിടെ വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷേ പുള്ളി അത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പോകുന്ന ഒരു ആളാണ്. അപ്പോൾ ഈ 2 ജാതകങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് അറിയാവുന്നത്. എനിക്ക് ഈ ആത്മകാരഗ്രഹം 9th നിൽക്കുന്നവരുടെ ഹൊറോസ്കോപ്പുകൾ ഞാൻ അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനിയും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്കും അന്വേഷിക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെയൊക്കെ ജാതകങ്ങൾ പരിശോധിക്കുക. ആത്മകാരഗ്രഹം 9th ഹൗസിൽ നിൽക്കുമ്പം എന്തായാലും സ്പിരിച്വാലിറ്റിയോടൊരു താല്പര്യം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമുക്ക് കൂടുതലും കിട്ടുന്ന ഈ 6, 8, 12 പ്രശ്നമുള്ളവരാണല്ലോ കൺസിഡറേഷന് കൂടുതൽ വരുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഈ 9th ഹൗസിൽ ആത്മകാരഗ്രഹം നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കണം. അപ്പോൾ ഉയർന്ന ജ്ഞാനം നേടാനും ആത്മീയമായിട്ടുള്ളൊരു ഗുരുവിനെ കണ്ടെത്താനും ധാർമ്മികമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനും ഇവരുടെ ആത്മാവ് ആഗ്രഹിക്കും. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ഇവരത് ചെയ്യുകയും ചെയ്യും. പിതാവുമായിട്ടും ഗുരുവുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് പിതാവുമായിട്ടുള്ള ബന്ധം, ഞാൻ മുമ്പേ പറഞ്ഞ 2 ഹൊറോസ്കോപ്പ് ബേസ് ചെയ്താണ് പറഞ്ഞത്. അതുപോലെ തന്നെ അത് അനുഭവം കൊണ്ടും പലതും കൊണ്ട് പറയാം, പിതാവുമായിട്ടുള്ള ബന്ധം ഇവരുടെ ജീവിതത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യും. അപ്പോൾ 9ൽ ആത്മകാരഗ്രഹം നിൽക്കുകയും ബലവാനാവുകയും സ്വക്ഷേത്രമായിട്ടൊക്കെ നിൽക്കുകയും സ്വന്തം നക്ഷത്രത്തിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭാഗ്യവും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അപ്പം ആ ഭാഗ്യവാന്മാർക്ക് ഈശ്വരൻ എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആത്മകാരഗ്രഹം 10th ഹൗസിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. തൊഴിൽ, സാമൂഹികപരമായ സ്ഥാനം, അധികാരം, കീർത്തി, കർമ്മം എന്നിവയാണ് 10ാം ഭാവം. 10th ഹൗസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം
നിങ്ങൾ നോക്കുക. 10th ഹൗസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോസും നോക്കുക. തൻ്റെ കർമ്മത്തിലൂടെ ലോകത്ത് ഒരു സ്ഥാനം നേടിയെടുക്കാനും തൻ്റെ കർമ്മത്തിലൂടെ താൻ ഈ ലോകത്ത് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നും തൻ്റെ കർമ്മത്തിലൂടെ ഈ ലോകത്ത് ഒരു മാറ്റം കൊണ്ടുവരണം എന്നും ഇവരുടെ ആത്മാവ് സദാ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. 10th ഹൗസ് ആത്മകാരകൻ പ്ലേസ്ഡ് ആയാൽ ആ പ്ലേസ്മെൻ്റ് അങ്ങനെയാണ്. ഓരോ ഭാവത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് ആത്മാവ് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും. അത് ചെയ്യണം, അത് ചെയ്യണം. ആ ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഗ്രഹത്തിൻ്റെ കാരകത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തുകയും തൻ്റെ അധികാരവും സ്ഥാനവും ശരിയായി വിനിയോഗിക്കുകയും ചെയ്യാൻ ഇവർ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആത്മകാരഗ്രഹം 10th ഹൗസിൽ നിന്നാൽ തൊഴിലിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒബ്സ്റ്റക്കിൾസ് വരുമെങ്കിലും തൻ്റെ ജീവിതം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ള ചിന്ത അവർക്ക് വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര വിഷയങ്ങൾ വന്നാലും ഒരു ബലഹീനനായ മനുഷ്യനാണെങ്കിൽ പോലും, വലിയ ധൈര്യങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും ആത്മകാരഗ്രഹം കർമ്മഭാവത്തിൽ നിന്നാൽ ആ ഗ്രഹത്തിൻ്റെ കാരകത്വം അനുസരിച്ചുള്ള വിഷയത്തിൽ അവരുടെ കർമ്മം ചെയ്ത് എക്സലായിരിക്കും എന്നുള്ളത് ഒരു സംശയവും ഇല്ല. ഇത്ര ഉറപ്പിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെക്കാട്ടിലും അറിവും കഴിവും ധൈര്യവും കപ്പാസിറ്റിയുമുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടൊപ്പവുമുണ്ട്, അല്ലാതെയും. എൻ്റെ 10ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി വർഗോത്താംശകമായി നിൽക്കുന്ന ആത്മകാരകനായ വ്യാഴമാണ് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം പറഞ്ഞു തരിക്കുന്നത്. വ്യാഴത്തിൻ്റെ അതിദേവതയായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെയും ഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത 11ാമത്തെ ഭാവത്തിൽ ആത്മകാരഗ്രഹം നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. കാരണം ഇതിലും വലിയൊരു ഉദാഹരണം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. എൻ്റെ ജീവിതം തന്നെയാണ് അതിനുള്ള ഉദാഹരണം. കേൾക്കുമ്പം നല്ല സുഖമൊക്കെ തോന്നുമെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ഒരു നല്ല ജോലിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ജ്യോതിഷവും തന്ത്രവും പോലുള്ള വിഷയങ്ങൾ പഠിക്കുകയും അതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം വീട്ടിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ ഒന്നും 99.9% ആൾക്കാരും സപ്പോർട്ടിനുണ്ടാവില്ല. അപ്പം ഞാൻ സ്പിരിച്വൽ ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സ്പിരിച്വാലിറ്റിയിലൂടെ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻജിനീയറായിട്ട് ജീവിക്കുന്ന അത്രയും വാല്യൂ ഒന്നും തുടക്കകാലത്ത് ചുറ്റുപാടുകളിൽ നിന്ന് ഉണ്ടാവില്ല. കളിയാക്കലും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയത്. വർഷങ്ങൾ 10, 16, 17 വർഷത്തെ നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കും അതിനിടയിൽ അനവധി അവഗണനകളും ഒരുപാട് വിഷയങ്ങൾ. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത് ഞാൻ അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ്, ബന്ധുക്കളുടെ ഇടയിലും ചുറ്റുപാടുകളിലുമൊക്കെ. അപ്പം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ ഇത്രയും പ്രതിസന്ധിയും പ്രഷറും ഉണ്ടായിട്ടും എന്നാൽ ഞാൻ സിൽവർ സ്പൂണുമായിട്ട് അല്ല ഗോൾഡൻ സ്പൂണുമായിട്ട് ജനിച്ച ആളൊന്നുമല്ല, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പം ആ ഒരു വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ജോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പം ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു എബോവ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന എല്ലാ ആൾക്കാർക്കും, ഒരു മധ്യവർത്തികളായിട്ടുള്ള ഒരു സാധാരണ ഒരു ഹൈ ക്ലാസ്സും അല്ല ലോ ക്ലാസ്സും അല്ലാതെ അത്യാവശ്യം വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കും, ജോലിയും മേടിച്ചോണം, അതിനുശേഷം വിവാഹം, ആ ഒരു രീതിയായിരിക്കും എല്ലായിടത്തും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച് 21 വയസ്സാകുമ്പോൾ ഉണ്ടായിരുന്ന തുടക്കം നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടിയെടുത്ത് അത് കളഞ്ഞിട്ട് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട്
ഈശ്വരീയ വിഷയങ്ങളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ അവർക്കൊരു ഷോക്ക് പോലെയായിരിക്കും. അപ്പോൾ ചുറ്റുപാടുള്ളവർക്ക് അതിനേക്കാളും വലിയ ഷോക്കായിരിക്കും. പ്രതീക്ഷകൾ എല്ലാവരുടെയും നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയിലും എന്നാൽ വലിയ ബലവാനൊന്നും അല്ലാത്ത എനിക്ക് ഇന്ന് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഈ ആത്മകാരക ഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ വരെ എന്നെ കൊണ്ടുവന്നെത്തിച്ചത് പൂർവജന്മ സുഹൃതങ്ങളും ആ പൂർവജന്മ സുഹൃതങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സൂചകനായി എൻ്റെ ജാതകത്തിലുള്ള വ്യാഴം എന്ന് പറയുന്ന ആത്മകാരകൻ അതെവിടെയാണ്? കെൻറ്റിലാണ്, വർഗോതാംശകമാണ്, സ്വക്ഷേത്ര ബലവാനുമാണ്. അപ്പം ആ ഗ്രഹം തന്ന ചോദന, ആ ഗ്രഹത്തിൻ്റെ സൂചനകൾ എനിക്ക് തന്ന ചോദനയാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുത്തി ഇത് പറയിപ്പിക്കുന്നത്. അപ്പം അതിലും വലിയൊരു അനുഭവം, അതിലും വലിയൊരു എവിഡൻസ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ലാത്തത് കൊണ്ട്, ഏതനുഭൂയതേ തത്പ്രമാണം എന്നാണല്ലോ, അത് പറഞ്ഞു തരാനില്ലാത്തത് കൊണ്ട് തന്നെ നിരീക്ഷിച്ച് പഠിച്ചോളുക. അവരവരുടെ ജാതകത്തിലെ ആത്മകാരഗ്രഹം അവരവർക്ക് എങ്ങനെയാണ് വഴികാട്ടിയാവുന്നത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്. അല്ലെങ്കിൽ ജെമിനി ആസ്ട്രോളജി ഒന്നും നമ്മുടെ കേരളത്തിലധികം അങ്ങനെ എല്ലാവരും ഒന്നും എടുത്ത് പറയത്തൊന്നുമില്ല. പക്ഷെ ആക്ച്വലി ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് അനുഭവം ഉള്ളതാണല്ലോ നമ്മൾ പഠിപ്പിക്കേണ്ടത്. മറ്റുള്ളവർ ശരിയാണെന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം, അത് അവരുടെ അനുഭവമാണ്. പക്ഷെ നമ്മളെടുത്ത് സ്വയം അത് വിലയിരുത്തി വിശകലനം ചെയ്യണം. പിന്നെ വ്യാഴവും കൂടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് റിസർച്ച് നടത്തും. ഇത് നമുക്കതൊരു വിശദമായാലാണ് നമ്മളത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇപ്പം 10th ഹൗസിൽ ആത്മകാരഗ്രഹം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തോടായിരിക്കും എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതും ഈ 10ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ്. ഈ 10ുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഇത് കിടക്കുന്നത്. ഇത് പോയാൽ, ഇതിൻ്റെയൊക്കെയുള്ള ശ്രദ്ധ പോയാൽ ഞാൻ പാനിക്കായി പോകും. ഞാൻ എൻ്റെ ഒരു കുറ്റി ഇതാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള കുടുംബമായാലും ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നതെങ്കിൽ ഈ കുറ്റി പോയാൽ പോയി എന്നുള്ളത്. എനിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മാവിന് സുഖം ഉണ്ടാവില്ല. വേറെ എന്ത് ചെയ്താലും ആത്മാവിന് ആ ഒരു സുഖം അത് കിട്ടില്ല. അതാണ് ആത്മകാരക ഗ്രഹം. ഇതിൻ്റെ ചിന്തകൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിനി ആത്മകാരഗ്രഹം 11ൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. വരുമാനം, നേട്ടം, സുഹൃത്തുക്കൾ, മുതിർന്ന സഹോദരങ്ങൾ, അല്ലയോ ജ്യേഷ്ഠ സഹോദരന്മാരല്ല ചേച്ചിമാർ, ആഗ്രഹ സാഫല്യം, പ്രകൃതി അനുഗ്രഹിച്ചു തരേണ്ട കാര്യങ്ങൾ, പ്രണയത്തിൻ്റെ വിജയം, ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യം ചെയ്ത ഭാവമാണ് ഈ 9ഉം 11ഉം. 9ലും 11ലും നല്ല ഗ്രഹങ്ങളിൽ നിന്ന് ബലപ്പെട്ടിട്ട് കുറേ പ്രശ്നങ്ങൾ ഒരാളുടെ തീരും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ വണ്ടമാനം കുറയ്ക്കുന്നൊരു ഭാവമാണ് 11. 11ാം ഭാവത്തിന് കുറേ ദോഷങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യും. ഇവിടെ അത് ഒരു വിഷയമല്ലാത്തത് കൊണ്ട് അത് പറയാത്തത്. 11ാം ഭാവത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട്. നക്ഷത്ര ദശയൊക്കെ വരുന്ന സമയത്ത്, ഇവിടെ ജെമിനിയിൽ അത് വിഷയമല്ല, നക്ഷത്രദശ വിംശോദരി നക്ഷത്രദശയ്ക്കൊക്കെ ഈ 11ാം ഭാവത്തിന് ചില വിഷയങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, പ്രത്യേകിച്ച് ചരരാശികൾക്ക്. നമുക്ക് അപ്പം ചിന്തിക്കാം. ഇവിടെ സംതൃപ്തി, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നേടുകയും അതുവഴി സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും 11ാം ഭാവത്തിൽ ആത്മകാരഗ്രഹം നിന്നാൽ. യഥാർത്ഥ സൗഹൃദങ്ങളെ തിരിച്ചറിയാൻ ഇവരൊരു കമ്മ്യൂണിറ്റിയെ സെറ്റ് ചെയ്യും, ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്യും. ഇവരെ എവിടെ ചെന്നാലും അറിയാവുന്ന രീതിയിലൊരു കമ്മ്യൂണിറ്റി ഇവർ സെറ്റ് ചെയ്തെടുക്കും. നേട്ടങ്ങളെ ശരിയായി കൈകാര്യം ചെയ്യാനും മറ്റുള്ളവരെ കൃത്യമായി അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും അവരെ സഹായിക്കാനും, ഉപയോഗിക്കുക മാത്രമല്ല അവർക്ക് വേണ്ട സമയത്ത് അവരിലേക്ക് എത്തിപ്പെടാനും എപ്പോഴും ഒരു ബാലൻസ് ചെയ്ത് എല്ലാ കാര്യങ്ങളെയും കൊണ്ടുപോകാൻ കഴിയുന്ന, എല്ലാവരുമായിട്ട് എപ്പോഴും ചേർന്ന് നിന്ന് പോകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് വാസ്തവത്തിൽ 11th ഹൗസിൽ ആത്മകാരകൻ നിന്നാൽ. അതുകൊണ്ട് തന്നെ ഈ ആത്മകാരകൻ മോശമായാൽ അതേ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. 10ലാണെങ്കിലും 11ലാണെങ്കിലും ഇപ്പോൾ 10ാം ഭാവത്തിൽ ആത്മകാരകൻ നിന്നപ്പം ആ പൊസിഷനിലേക്ക് എത്താൻ, ആത്മകാരകൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിലേക്ക് എത്താൻ അനവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നമ്മൾ ഇല്ലാണ്ടായിപ്പോയി എന്ന് തോന്നുന്ന നിമിഷം, നിലവിളിക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല.
ഞാൻ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും അനുഭവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു നിസ്സഹായതയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തിപ്പെടും. അത് ഏത് ഭാവത്തിലാണ്. പക്ഷെ അതിൽ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നാണല്ലോ അത് കിട്ടുകയും ചെയ്യും. അതാണ് ആത്മകാരാഗ്രഹം ആയാൽ. പ്രത്യേകിച്ച് സ്ലോ മൂവിങ് പ്ലാനറ്റ് ആകുമ്പോൾ കുറച്ച് ഡിലേ ആവും, മറ്റുള്ള ഗ്രഹങ്ങളാകുമ്പോൾ പെട്ടെന്ന് നേരത്തെ കിട്ടുകയും ചെയ്യും. സ്ലോ മൂവിങ് പ്ലാനറ്റ് വ്യാഴവും ശനിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തരാൻ ഇച്ചിരി താമസിക്കും, പക്ഷെ തന്നാൽ അത് പോത്തുമില്ല. അത് വളരെ പതുക്കെ തരത്തുള്ളൂ. തന്നാൽ അത് ഒരു ഗ്രോത്ത് ആയിരിക്കും, ഒരു ഓർഗാനിക്കായിട്ടായിരിക്കും തരുന്നത്. തന്നാൽ തന്നതാ, അത് ഓർത്ത് വെച്ചോളുക. അതുകൊണ്ട് സൗഹൃദങ്ങളെയും നേട്ടങ്ങളെയും ഒക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കപ്പുറമായിട്ടുള്ള ഒരു മാനസിക സംതൃപ്തി ഇതിലൂടെ കണ്ടെത്താനും നല്ല മനുഷ്യരായും ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് 11th ഹൗസ് ആത്മകാരകൻ പ്ലേസ്മെൻ്റ് ആയാൽ ഉള്ള സൂചന എന്ന് പറയുന്നത്. അവിടെ ഏതൊരു ഭാവത്തിലാണോ ആത്മകാരകൻ നിൽക്കുന്നത് ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണ മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് ആ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഗുണമുണ്ടാകും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ലാസ്റ്റ് 12ാം ഭാവത്തിൽ ആത്മകാരക ഗ്രഹം നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. നഷ്ടം, ചെലവ്, ഏകാന്തവാസം, വിദേശവാസം, ധ്യാനം, മോക്ഷം, ശയനം, വ്യയം, ചിലവുകൾ, ഇതെല്ലാം 12ാം ഭാവം കൊണ്ട് തന്നെ ചിന്തിക്കും. അപ്പം ആത്മകാരക ഗ്രഹം 12ാം ഭാവത്തിൽ നിന്നാൽ ഭൗതിക വിഷയങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡായി മോക്ഷത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന, അതാണ് ലക്ഷ്യം, മോക്ഷമാണ് അൾട്ടിമേറ്റ് എന്നുള്ളത്. ഭൗതികപരമായ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ആഗ്രഹിക്കുകയും ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യമായിട്ടുള്ള പരമാവസ്ഥയിലേക്ക് എത്തണം എന്നും ആഗ്രഹിക്കുന്ന ഒരു സോളായിരിക്കും, അല്ലെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സോളായിരിക്കും 12th ഹൗസ് ആത്മകാരകൻ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൊറോസ്കോപ്പിൻ്റെ ആള്, അല്ലെങ്കിൽ ആരാണോ ഒരു നേറ്റീവ് എൻ്റെ ഹൊറോസ്കോപ്പിൽ 12th ഹൗസിൽ ആത്മകാരകൻ നിന്നാൽ മോക്ഷത്തിനെ കുറിച്ച് നന്നായിട്ട് ആഗ്രഹിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. ത്യാഗം, സമർപ്പണം, ഏകാന്തവാസം, ധ്യാനം, ഉപാസന, ജപം ഇത്യാദി വിഷയങ്ങളിലൂടെ തൻ്റെ ആത്മാവിനെ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഒരു നല്ല ആത്മകാരക ഗ്രഹം ബലവാനായിട്ട് 12 നിന്നാൽ, പ്രത്യേകിച്ച് മോക്ഷമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രഹം വ്യാഴം, അല്ലെങ്കിൽ വ്യാഴം 12 നിൽക്കുന്ന വേറൊരു കുഴപ്പമുണ്ട് പറയാം, അല്ലെങ്കിൽ ശനിയൊക്കെ നിന്നാൽ ഒരു മോക്ഷസ്ഥാനമല്ലേ 12. ആത്മീയ ഉന്നതിയുടെ അൾട്ടിമേറ്റ് അല്ലേ മോക്ഷം. സർവ പ്യൂരിഫിക്കേഷൻ്റെയും അവസാനത്തെ തിരിച്ചറിവാണ് ഞാനും ഈശ്വരനും ഈ പ്രപഞ്ചവും സർവ്വതും ഒന്നാണ്, എൻ്റെ തന്നെ റിഫ്ലക്ഷനാണ് ഈ പ്രപഞ്ചം എന്നുള്ളത്, അല്ലേ? ആ ഒരു തിരിച്ചറിവല്ലേ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച്, ആൾക്കാർ എങ്ങനെയായിരിക്കണം, ദൈവജ്ഞൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പം അനേകഹോര തത്വജ്ഞ പഞ്ചസിദ്ധാന്ത ഗോവിത എന്നുള്ള പ്രമാണത്തിൽ ഏറ്റവും അവസാനം സിദ്ധമന്ത്രജ്ഞാനാദി ജാതകം എന്ന് പറയുമ്പോൾ സിദ്ധമന്ത്രജ്ഞനായിരിക്കണം എന്ന് പറയുമ്പോൾ സിദ്ധമന്ത്രജ്ഞന് മാത്രമേ ജാതകം നോക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സിദ്ധമന്ത്രജ്ഞനാണെങ്കിൽ ആദ്യം മന്ത്രദീക്ഷ ഉണ്ടാകണം, അതിന് ഗുരു ഉണ്ടാകണം, മന്ത്രം കിട്ടിയാൽ മാത്രം പോരാ, അതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാകണം, നിത്യസാധന ചെയ്യുന്ന ആളായിരിക്കണം, പുരസ്ചരണം ചെയ്യുന്ന ആളായിരിക്കണം, ചെയ്തിട്ടുള്ളതായിരിക്കണം. പുരസ്ചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപം, അതിൻ്റെ 10 ഹോമം, അതിൻ്റെ 10 തർപ്പണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നമുക്കൊരു ആത്മീയ ഉന്നതി അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു തലം എത്തിയ ആളായിരിക്കണം ജാതകം നോക്കുന്നതെന്നാണ്. ഇന്നത്തെ കാലത്ത് ജാതകം നോക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറയാറുണ്ട്, നിങ്ങൾ ജ്യോതിഷം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു 108 നമഃശിവായ, വേറൊന്നും വേണ്ട, 108 ദക്ഷിണാമൂർത്തി സ്വരൂപനായിരിക്കുന്ന രാശിചക്രത്തിൻ്റെ നടുവിലിരിക്കുന്ന ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരു 108 നമഃശിവായ, ഒരു മാല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധ പോവാതെ ആ ഒരു 108 നമഃശിവായ ജപിക്കാൻ പഠിച്ചാൽ ജാതകം എടുത്ത് നോക്കാനുള്ളതായിന്ന്. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ.
സിദ്ധമന്ത്രജ്ഞനൊന്നും ആയില്ലെങ്കിലും ജ്യോതിഷം നിങ്ങൾ പഠിക്കാൻ നേരത്തെ ഇരിക്കുന്നതിന് മുമ്പ് ഒരു 108 നമശിവായ, വേറെ ഒന്നും വേണ്ട. ഓം നമ ശിവായ എന്ന് തുടങ്ങിയിട്ട് ആ 108 ആവുന്നിടം വരെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ കൃത്യമായിട്ട് അത് ഒരു മാല, അത് പൂർണ്ണമായിട്ട് മനസ്സ് പൂർണ്ണമായും ആ മാലയിൽ നിന്നുകൊണ്ട്, ആ മന്ത്രത്തിൽ നിന്നുകൊണ്ട് 108 നമ ശിവായ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഗുണമുണ്ടാകും. അപ്പോൾ അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ മന്ത്രസിദ്ധിയൊക്കെ തന്നെ വന്നോളൂ. മനസ്സിലായി? ഇന്ന് എവിടെയെങ്കിലും പോയി ഒരു ദീക്ഷ മേടിച്ചിട്ട് ഒരു 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം ജപിച്ചിട്ട് എനിക്ക് സിദ്ധിയാവുന്നില്ല എന്ന് പറയുന്നതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. 12ൽ ആത്മകാര ഗ്രഹം നിൽക്കുന്ന ഒരാളിന് അതിന് വേഗം സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ജീവിതത്തിലെ ഒരുപാട് ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് ചലഞ്ചസ് ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവർ ഒറ്റപ്പെട്ടു പോകും, ജയിൽവാസം, പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി പെട്ടുപോകും, പുറം രാജ്യങ്ങളിൽ പോയി പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഏകാന്തവാസം നയിക്കേണ്ടതായിട്ട് വരും. ആടുജീവിതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വല്ലാത്ത മോശാവസ്ഥയിലൂടെ നിസ്സഹായത, മരണതുല്യമായിട്ടുള്ള, മോക്ഷതുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നഷ്ടം, ചിലവുകൾ വരും, അത് നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ വരും, ചിലപ്പോൾ ആ നിമിത്തം നാട് വിടേണ്ടി വരും. അതൊക്കെ ഓരോ ഗ്രഹത്തിനനുസരിച്ച് വരും. എന്നാൽ ചില ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഒരാളുടെ 12ൽ ആത്മകാരകനായിട്ട് വ്യാഴം 12 നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ഒരു വലിയൊരു ക്ഷേത്രം അങ്ങ് പണിഞ്ഞു. അതായത് കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് ഏകദേശം ഒരു 3-4 കോടി രൂപ മുടക്കി. കുറേ പൈസ പുള്ളിയുടെ കയ്യിൽ നിന്ന് ചിലവ് ചെയ്തു. അത് കൂടാതെ കുറേ ആൾക്കാരെ മുടക്കി ഒരു വലിയ ക്ഷേത്രം, ഒരു അതിഭയങ്കരമായിട്ടുള്ളൊരു വലിയ പാറയിൽ കൊത്തിയെടുത്ത 3-4 കോടി ഒരു വലിയ ക്ഷേത്രം അങ്ങ് പണിഞ്ഞു. അപ്പോൾ ഈശ്വരീയ വിഷയങ്ങൾക്ക് വേണ്ടി ധനം മുടക്കാം. അപ്പം ഒരുപാട് പേർക്ക് മോക്ഷത്തിലേക്കുള്ള വഴിയും ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യമായത്, ഒരു സ്ഥലമായി. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് എങ്ങനെയും വരാം. ഈ ചിലവുകൾ, നഷ്ടവും ചിലവും എങ്ങനെയും വരാം. ചിലവ് ചെയ്യുന്ന മോശം, സ്പെൻഡ് ചെയ്യുന്ന മോശമാണെന്നല്ല, സ്പെൻഡ് ചെയ്യാൻ നമുക്ക് വെക്കുന്ന തലം പിന്നീട് ദുഃഖത്തിന് കാരണമാകും. അപ്പോൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആത്മകാരകം 12 നിൽക്കുമ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. പക്ഷേ ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള അർഹിക്കുന്നിടത്തെ സ്പെൻഡ് ചെയ്യാവും, എന്നാലേ മോക്ഷത്തിലേക്ക് നയിക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരമാകുന്ന തലത്തിലേക്കും ദാനധർമ്മങ്ങളിലേക്കും ഒരുപാട് പേരെ സഹായിക്കുന്നതിനുമൊക്കെ അത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ആത്മകാര ഗ്രഹത്തെക്കുറിച്ച് പറയാനുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. കഴിഞ്ഞ കുറേ വീഡിയോകളിൽ വളരെ വിശദമായിട്ട് ആത്മകാര ഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കഴിയാവുന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് കേൾക്കുന്നവരെല്ലാവരും പഠിക്കണം കേട്ടോ. ഓരോ ജാതകങ്ങൾ എടുത്ത് വെച്ച് നോക്കി ഈ പറയുന്ന ഐഡിയാസ് എല്ലാം എഴുതി വെച്ച് നിങ്ങൾ ജാതകങ്ങൾ നോക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയൊരു സബ്ജക്റ്റുമായിട്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളുടെ ആത്മകാരാഗ്രഹം ഏതാണോ, നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ, അതിൻ്റെ ധാർമ്മികമായ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ. ആ തലത്തിലൂടെ നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാവാനുള്ള ഭാഗ്യം സർവേശ്വരി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.